യുദ്ധക്കൊതിയടങ്ങാത്ത ഇസ്രായേൽ ഗസയിൽ ഓരോ ദിനവും പുതിയ ആക്രമണ രീതികൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആക്രമണവും നിരപരാധികളായ ആയിരക്കണക്കിന് പേരുടെ ജീവനെടുക്കുന്നത് കൂടാതെ അനവധി ഇസ്രായേൽ സൈനികരുടെ ജീവനും നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഭരണത്തിനെതിരെ സൈന്യത്തിൽ മുറുമുറുപ്പുകൾ തുടങ്ങിയെന്നത് വ്യക്തമാക്കുന്ന വാർത്തകളാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഈ വർഷം മാത്രം ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് രാജിവെച്ചത് 800-ലധികം മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. കേണൽ, ലഫ്റ്റനന്റ് കേണൽ തുടങ്ങിയ ഉയർന്ന റാങ്കിലുള്ളവരാണ് കൂടുതലായും രാജിവെച്ചിരിക്കുന്നത്. ഇസ്രായേൽ സൈനിക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ഈ കണക്കുകൾ. ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടങ്ങിയ ദുർഘടമായ സാഹചര്യങ്ങളെ തുടർന്നാണ് കൂടുതൽ പേരും രാജിവെച്ചിരിക്കുന്നത്. കൂടാതെ വ്യത്യസ്ത സംഘർഷ മേഖലയിൽ ജോലി ചെയ്യാനുള്ള സമ്മർദ്ദവും രാജിയിലേക്ക് നയിക്കുന്നുണ്ട്. ഉയർന്ന റാങ്കിലുള്ള സൈനികരുടെ രാജികൾ സൈന്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു എന്നത് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്രയും ഉയർന്ന റാങ്കിലുള്ള സൈനികർ രാജിവെക്കുന്നത് ഭാവിയിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ മാനസിക പ്രശ്നങ്ങളടക്കം പരിഹരിക്കാനുള്ള പരിശീലന പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ ശ്രമിക്കുകയാണ് ഇസ്രായേൽ. ഇതോടൊപ്പം കൂടുതൽ സൈനികരെ ആകർഷിക്കാനായി ആഭ്യന്തര നയങ്ങളിലും സേവനങ്ങളിലും സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം വലിയ ഭിന്നതയിലൂടെയാണ് ഇസ്രായേൽ സർക്കാരും സൈന്യവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സൈന്യം നടപ്പാക്കുന്ന പല തീരുമാനങ്ങളും സർക്കാർ അറിയുന്നില്ലെന്ന് പരാതിയുമുണ്ട്. ഇത് സംബന്ധിച്ച് പലതവണ സൈനിക നേതൃത്വവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഏറ്റുമുട്ടിയതായും വാർത്തകൾ വന്നിരുന്നു. ഹമാസ് ഗസയിൽ ഭരണം തുടർന്നാലും വെടിനിർത്തൽ ഉടൻ വേണമെന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വത്തിൻ്റെ ആവശ്യമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെയും മുൻകാല സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ബാക്കി ബന്ദികളെ മോചിപ്പിക്കാനുള്ള മികച്ച മാർഗം സ്ഥിരമായ വെടിനിർത്തലാണെന്നാണ് ഇസ്രായേൽ ജനറൽമാരുടെ വിശ്വാസം. ലബ്നാനിലെ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന് മുമ്പ് ഇസ്രായേൽ പ്രതിരോധ സേനയെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഗസയിൽ യുദ്ധം അവസാനിക്കുന്നതോടെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തിനും അറുതിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ടിനെതിരെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിൻ്റെ സൈനിക ഭരണശേഷിയുടെ നാശം, ബന്ദികളുടെ തിരിച്ചുവരവ്, വടക്കൻ തെക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷിത തിരിച്ചുവരവ് തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഗസ മുനമ്പിലുടനീളം ഹമാസിനെതിരെ ഇസ്രായേൽ സൈന്യം പോരാടും. ഇതോടൊപ്പം വടക്ക് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തുടരുമെന്നും പ്രസ്താവനയിലുണ്ട്. അതേസമയം ഹമാസിന് ഉന്മൂലനം ചെയ്യുന്ന ലക്ഷ്യം കൈവരിക്കാനാകില്ലെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗേരി ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ഹമാസ് ഒരു ആശയമാണ്, അവരെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നത് വെറുതെയാകും. ഈ വാഗ്ദാനം നൽകുന്നവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇസ്രായേൽ സർക്കാർ ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഹമാസ് ഗസയിൽ തുടരുമെന്നും ഹഗേരി പറഞ്ഞതായി പ്രമുഖ ഇസ്രായേലി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹഗേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രംഗത്ത് വന്നിരുന്നു. ഹമാസിൻ്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക എന്നത് യുദ്ധലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. സൈന്യവും സർക്കാരും രണ്ട് തട്ടിൽ നിൽക്കുമ്പോഴും ഗസയിൽ ഇസ്രായേൽ സൈന്യം വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 44 ഇസ്രായേലി സൈനികർക്കാണ് പരിക്കേറ്റത്. വടക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ മാത്രം 18 സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട്.